ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ തലക്കറിയാണിത്. ഇത് ഉണ്ടാക്കുന്ന വിധം യൂട്യൂബിൽ മിക്ക സ്ഥലത്തും ഉണ്ട്. അതനുസരിച്ച് ഷാജൻ ഉണ്ടാക്കിയ തലക്കറി പോലെ ഞാൻ ഉണ്ടാക്കി. ഇത് കാളാഞ്ചി മീനിൻ്റെ തലക്കറിയാണ്. ഇതിൻ്റെ ഫൈനൽ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ തക്കാളി, എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഉണ്ട്. കൊടംപുളി, തക്കാളി. ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടാറാകുമ്പം ഫുൾ ഉലുവിടുക. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇളക്കി 1 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് 10 ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലിട്ട് 3 മിനിറ്റ് ഇളക്കുക. ചുവന്നുള്ളി ഗോൾഡൻ കളറാകുമ്പം അരച്ച് വെച്ച തക്കാളിയും പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടിയും സാധാരണ ചില്ലിപ്പൊടിയും ഇതിലേക്കിട്ട് ഇളക്കി നല്ല മാതിരി ഓയിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് മീൻ മുങ്ങത്തക്ക വിധം വെള്ളമൊഴിച്ച് ഈ ബാറ്റർ ഈ മസാലക്കൂട്ട് തിളയ്ക്കുമ്പം അതിലേക്ക് മീൻ തല വെട്ടി നുറുക്കിയത് പെറുക്കിയിട്ട് അത് മൂടിക്കിടക്കണം. മൂടിക്കിടന്ന് ഇനി ലോ ഫ്ലെയിം ആക്കാം. ലോ ഫ്ലെയിം 120 മതി. ഇനി മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് മീൻ വെന്തോന്ന് നോക്കാം. ഇപ്പം ഇതിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ കറി ചട്ടിയിലേക്ക് ആക്കാം. പുളിയുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പുളിയുണ്ടോ എന്ന് നോക്കാം. ചട്ടിയിലായാൽ അത് ശരിക്കും വറ്റിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ നുറുക്കി വേവിച്ചത് കൂട്ടി കഴിക്കുക. ഇതിൽ കപ്പ വേവിച്ചതുണ്ട്. കപ്പ വേവിച്ച് വെച്ചിരിക്കുക. കപ്പ വെന്തോന്ന് നോക്കട്ടെ. കപ്പ വെന്തു. ഇത് കഴിക്കാൻ നേരത്ത് കുറച്ച് തേങ്ങയും പച്ചമുളകും എല്ലാം അരച്ച് ചേർത്ത് കപ്പപ്പുഴുക്കുണ്ടാക്കിയിട്ട് ഈ തലക്കറി കൂട്ടി കഴിക്കാം. ഓക്കെ.